Hello, welcome to Red Short Talks. നമസ്കാരം. ഇന്നത്തെ ഈ വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് നിഫ്റ്റി 50 സൂചികയെക്കുറിച്ചാണ്. അതെ. പ്രധാനമായും സെപ്റ്റംബർ 24-ന് മാർക്കറ്റിൽ എന്താണ് സംഭവിച്ചത്, പിന്നെ സെപ്റ്റംബർ 25-ലേക്ക് എന്തൊക്കെയാണ് സാധ്യതകൾ, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശരി. ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഈ സംഭാഷണം ഒരു പ്രത്യേക സ്രോതസ്സിലെ വിവരങ്ങളെ മാത്രം അടിസ്ഥാനമാക്കിയുള്ളതാണ്. അവരുടെ വിശകലനം ഫോക്കസ് ചെയ്യുന്നത് പ്രൈസ് ആക്ഷനിലാണ്. പ്രൈസ് ആക്ഷൻ മാത്രം. അതെ. അപ്പോ നമ്മുടെ ലക്ഷ്യം എന്താച്ചാൽ ഈ വിവരങ്ങൾ ഒന്ന് അപഗ്രഥിച്ച് നിങ്ങൾക്ക്, അതായത് ശ്രോതാക്കൾക്ക്, മാർക്കറ്റിലെ സൂചനകൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സഹായിക്കുക എന്നതാണ്. ശരി, നമുക്ക് തുടങ്ങിയാലോ? തീർച്ചയായും. ഈ പ്രൈസ് ആക്ഷൻ വിശകലനം എന്ന് പറയുമ്പോൾ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ വളരെ ലളിതമാണ്. വില എങ്ങനെയാണ് മുൻപ് ചലിച്ചത്, ഏതൊക്കെ ലെവലുകളിൽ എത്തുമ്പോൾ മാർക്കറ്റ് പ്രതികരിച്ചു, ഇതൊക്കെ നോക്കിയിട്ടൊരു ധാരണയുണ്ടാക്കുന്ന രീതിയാണ്. ഓക്കെ. ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് സപ്പോർട്ട്, റെസിസ്റ്റൻസ് ലെവലുകളാണ്. അല്ലേ? ഡിമാൻഡ് സപ്ലൈ സോണുകൾ എന്നും പറയാം. ഡിമാൻഡ് സപ്ലൈ സോണുകൾ. അതെ. വില താഴേക്ക് വരുമ്പോൾ ആളുകൾ വാങ്ങാൻ താൽപ്പര്യം കാണിക്കുന്ന സ്ഥലങ്ങളാണ് ഡിമാൻഡ് സോൺ. മുകളിലേക്ക് പോകുമ്പോൾ വിൽക്കാൻ താൽപ്പര്യം കാണിക്കുന്ന സ്ഥലങ്ങൾ സപ്ലൈ സോൺ. അത്രയേ ഉള്ളൂ. സിമ്പിൾ. പിന്നെ നമ്മളിന്ന് സംസാരിക്കുന്നത് ഈയൊരു സ്രോതസ്സിലെ അനാലിസിസ് മാത്രമാണ്. ഇത് ഞങ്ങളുടെ അഭിപ്രായമോ അല്ലെങ്കിൽ സാമ്പത്തിക ഉപദേശമോ ഒന്നുമല്ല. ആ അനാലിസിസ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നു, അത്രമാത്രം. അത് വളരെ വ്യക്തമായി. ശരി, അപ്പോൾ നമുക്ക് സെപ്റ്റംബർ 24-ലേക്ക് കടക്കാം. എന്തായിരുന്നു അവിടുത്തെ പ്രധാന സംഭവങ്ങൾ? സൂചിക ക്ലോസ് ചെയ്തത് ഏകദേശം 25,056-ലാണ് ക്ലോസിംഗ് വന്നത്. ഓക്കെ, 25,056. തലേ ദിവസത്തേക്കാളൊരു കുറവല്ലേ? ഏകദേശം 0.45%. അതെ, ഒരു ചെറിയ ഇടിവ്. പക്ഷെ അതിനേക്കാൾ പ്രധാനം ആ ദിവസത്തെ ലോ എവിടെയായിരുന്നു? 25,000-നും 25,020-നും ഇടയിലുള്ള ഒരു സോൺ ടെസ്റ്റ് ചെയ്തു അല്ലേ? കറക്റ്റ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ആ 25,000-25,020 റേഞ്ച് ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്തു. അതായത് അവിടെ എത്തിയപ്പോ വില പിന്നെ താഴോട്ട് പോയില്ല, പിടിച്ചു നിന്നു. അതെ, വാങ്ങുന്നവരവിടെ താൽപ്പര്യം കാണിച്ചു. നമ്മുടെ സ്രോതസ് അതിനെ ഒരു പ്രധാനപ്പെട്ട ഡിമാൻഡ് സോണായിട്ടാണ് കാണുന്നത്. ഡിമാൻഡ് സോൺ. ഓക്കെ. അതെ, ആവശ്യകതാ മേഖല. വില അങ്ങോട്ട് താഴ്ന്നപ്പോ ഡിമാൻഡ് കൂടി. ഈ വിശകലനമനുസരിച്ച് രണ്ട് പ്രധാന ഡിമാൻഡ് സോണുകളുണ്ട്. ഒന്ന് ഈ പറഞ്ഞ 24,950 തൊട്ട് 25,020 വരെ. 24,950 ടു 25,020. അതെ. ഇനി അതെങ്ങാനും ബ്രേക്കായാൽ കുറച്ചുകൂടി താഴെ 24,850, 24,880 റേഞ്ചിലും ഒരു സപ്പോർട്ട് സാധ്യത പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് താഴോട്ടുള്ള താങ്കുകൾ. ഇനി മുകളിലോട്ട് പോകുമ്പോൾ തടസ്സങ്ങൾ എവിടെയാണ്? സപ്ലൈ സോണുകൾ. ശരി, സപ്ലൈ സോണുകൾ, അതായത് റെസിസ്റ്റൻസ്. പ്രധാനമായും രണ്ടെണ്ണം. ഒന്ന് 25,150, 25,200 റേഞ്ച്. 25,150, 25,200. അതെ. ഇനി അതും കടന്നുപോയാൽ അടുത്ത പ്രധാന തടസ്സം വരാൻ സാധ്യതയുള്ളത് 25,280, 25,350 സോണിലാണ്. ഓക്കെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ലെവലുകളില്ലേ, ഈ ഡിമാൻഡ് സോണുകളും സപ്ലൈ സോണുകളും വെറുതെ പറയുന്നതല്ല. ഹിസ്റ്റോറിക്കൽ ലെവൽസ് ആണ്. അതെ, മുൻപ് വില ഈ ഏരിയകളിൽ എത്തിയപ്പോൾ കാര്യമായ റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഒന്നുകിൽ അവിടെ തട്ടിത്തിരിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ കുറച്ചു നേരം തങ്ങി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ലെവലുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലായി. ഈ ലെവലുകൾക്കൊരു ചരിത്രമുണ്ട്. ശരി, ഈ വിശകലനത്തിൽ പറയുന്ന മറ്റൊരു പ്രധാന കാര്യം RSI ആണല്ലോ, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. അതെ, RSI. സെപ്റ്റംബർ 24-ന് ക്ലോസ് ചെയ്യുമ്പോൾ RSI 38 ആയിരുന്നു എന്ന് പറയുന്നു. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണോ? കോംപ്ലിക്കേറ്റഡ് എന്നല്ല, പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. RSI സാധാരണ 30-ന് താഴെ പോകുമ്പോഴാണ് നമ്മൾ ഓവർസോൾഡ് എന്ന് പറയുക. അതെ, ഓവർസോൾഡ്. 38 എന്ന് പറയുമ്പോൾ ഓവർസോൾഡിന് വളരെ അടുത്താണ്. അപ്പോ ഇത് സ്വാഭാവികമായും മാർക്കറ്റിലൊരു ബലഹീനത ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, വീക്ക്നെസ്. എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ 25,000-ൽ ഒരു സപ്പോർട്ട് കിട്ടിയെന്ന്? അപ്പോ ഒരു പ്രധാന സപ്പോർട്ടിൽ വില നിൽക്കുകയും RSI ഇത്ര താഴെയായിരിക്കുകയും ചെയ്യുമ്പോൾ ഒരു തിരിച്ചുവരവിനുള്ള, ഒരു ബൗൺസിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. അതാണ് കാര്യം. വീക്ക്നെസ് ഉണ്ട്, പക്ഷെ സപ്പോർട്ടിലായതുകൊണ്ട് ബൗൺസ് ചെയ്യാനും സാധ്യതയുണ്ട്. ഈ RSI എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് എന്താണ്? ഒരു മൊമെന്റം ഇൻഡിക്കേറ്റർ ആണോ? അതെ, വിലയുടെ ചലനത്തിന്റെ ശക്തിയും വേഗതയും അളക്കാനുള്ള ഒരു ടൂൾ എന്ന് കരുതാം. മൊമെന്റം. ഓക്കെ. ഈ RSI 38 എന്ന വായനയെ നമ്മൾ മറ്റൊന്നുമായിട്ട് ചേർത്ത് വായിക്കണം. അതാണ് വോളിയം, വ്യാപാരത്തിന്റെ അളവ്.
വോളിയം. ഈ വിശകലനം പറയുന്നത് ആ 25,000 എന്ന സപ്പോർട്ട് ലെവൽ ടെസ്റ്റ് ചെയ്ത സമയത്ത് വോളിയം കൂടിയിട്ടുണ്ടെന്നാണ്. ഓക്കെ, അത് പ്രധാനപ്പെട്ടതാണല്ലോ. വളരെ പ്രധാനം. കാരണം എന്താ, RSI വീക്ക്നെസ് കാണിക്കുന്നു, പക്ഷേ ഒരു കീ സപ്പോർട്ടിൽ വോളിയം കൂടുന്നു. അതിന്റെ അർത്ഥം എന്താ? വാങ്ങുന്നവരവിടെ സജീവമായി ഇടപെട്ടു. അതെ, അവര് ആ ലെവലിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. മാർക്കറ്റിന് മൊത്തത്തിലൊരു ക്ഷീണമുണ്ടെങ്കിലും ആ താഴ്ന്ന ലെവലുകളിൽ ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്, ഒരു വടംവലി പാരെ. ശരി. വാങ്ങുന്നവരും വിൽക്കുന്നവരും തമ്മിലുള്ള ഒരു പോരാട്ടം ആ ലെവലിൽ ശക്തമായിരുന്നു. അതെ, അതാണ് ആ ഡാറ്റ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെപ്റ്റംബർ 24 ചിത്രം ക്ലിയറായി. ദുർബലാവസ്ഥയുണ്ട്, പക്ഷേ 25,000 ഒരു പ്രതിരോധം തീർക്കാൻ ശ്രമം നടന്നു, വോളിയം കൂടി. ശരി, ഇനി ഈ വിവരങ്ങൾ വെച്ച് നാളത്തേക്ക്, അതായത് സെപ്റ്റംബർ 25 എന്തൊക്കെ ട്രേഡ് പ്ലാൻ സാധ്യതകളാണ് ഈ സ്രോതസ് മുന്നോട്ട് വയ്ക്കുന്നത്? പ്രധാനമായും 2 സെറ്റപ്പുകളാണ് പറയുന്നത്. ഒന്ന് ബുള്ളിഷ്, അതായത് മുകളിലേക്ക് പോകാനുള്ള സാധ്യത, ലോങ് പോകാനുള്ള പ്ലാൻ. അതെ. പിന്നെ ബെയറിഷ് സെറ്റപ്പ്, താഴേക്ക് പോകാനുള്ള സാധ്യത, ഷോർട്ട് ചെയ്യാനുള്ള പ്ലാൻ. ഓക്കെ, പക്ഷേ ഓർക്കണം, ഇതൊക്കെ സാധ്യതകൾ മാത്രമാണല്ലേ, ഉറപ്പുകളല്ല. അതെ. ഈ അനാലിസിസ് പറയുന്നത് നിഫ്റ്റി 25,100 എന്നൊരു ലെവലില്ലേ, 25,100, ആ ലെവലിന് മുകളിലേക്ക് നല്ല ശക്തിയോടെ, അതായത് നല്ല വോളിയത്തോടെ കടക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് സാധ്യതയുണ്ട് എന്നാണ്. ഒരു റൂഫ് ബ്രേക്ക് ചെയ്തു പോകുന്ന പോലെ. ഓക്കെ. അങ്ങനെ സംഭവിച്ചാൽ ആദ്യത്തെ ടാർഗറ്റ് 25,180. ടാർഗറ്റ് 1 25,180. അതും കടന്നാൽ അടുത്ത ലക്ഷ്യം 25,250 തൊട്ട് 25,280 വരെയുള്ള സോൺ. ടാർഗറ്റ് 2 25,250, 280 സോൺ. ഇനിയിപ്പോ നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിലോ? സ്റ്റോപ്പ് ലോസ് വെക്കണമല്ലോ. അത് 25,040 താഴെ വെക്കണം എന്നാണ് പറയുന്നത്. ശരി, അപ്പോൾ 25,100 ബ്രേക്ക് ചെയ്താൽ ലോങ്, ടാർഗറ്റ് 25,180, 25,250, 280 സോൺ, സ്റ്റോപ്പ് ലോസ് 25,040 താഴെ. ഇതിന്റെ ലോജിക് എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കാം ഈ 25,100 ഇത്ര പ്രധാനം? ഈ വിശകലനം പറയുന്നത് 25,100 അന്നത്തെ ഇൻട്രാഡേയിലെ ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയിരുന്നു. ഓക്കെ. അപ്പൊ അത് നല്ല വോളിയത്തോടെ ബ്രേക്ക് ചെയ്യുന്നത് ഒരു ഷോർട്ട് ടേം സ്ട്രെങ്ത്തിന്റെ ലക്ഷണമാണ്. പിന്നെ RSI 38 നിന്ന് മുകളിലേക്ക് വരാനുള്ളൊരു സാധ്യതയും അത് നൽകുന്നു. ശരി. ഇനി വേറെന്തെങ്കിലും ബുള്ളിഷ് പ്ലാൻ പറയുന്നുണ്ടോ? ഉണ്ട്. ഒരു ബദൽ പ്ലാൻ കൂടിയുണ്ട്. ഒരു പക്ഷേ 25,100 ഉടനെ ബ്രേക്ക് ചെയ്തില്ല എന്ന് കരുതുക. ഓക്കെ. പകരം വില വീണ്ടും താഴോട്ട് വന്ന് ആ 24,950, 25,000 ഡിമാൻഡ് സോണിൽ ഒന്നുകൂടി വരുന്നു. ആ പഴയ സപ്പോർട്ടില്. അതെ, അവിടെ വന്ന് താഴോട്ട് പോകാതെ പിടിച്ചു നിൽക്കുന്നു. എന്നിട്ട് തിരിച്ചു കയറുന്നതിന്റെ വ്യക്തമായ ലക്ഷണങ്ങൾ കാണിക്കുന്നു. അതായത് റിവേഴ്സൽ കാൻഡിലുകളൊക്കെ ഉണ്ടാകുന്നു. റിവേഴ്സൽ കാൻഡിലുകൾ അതെന്താണ്? അത് ചാർട്ടിൽ കാണുന്ന ചില പാറ്റേണുകളാണ്. വില താഴോട്ട് പോകുമ്പോൾ വാങ്ങുന്നവർ ശക്തിയോടെ തിരിച്ചുവന്ന് വിലയെ മുകളിലേക്ക് തള്ളുന്നതിന്റെ സൂചന നൽകുന്ന മെഴുകുതിരി രൂപങ്ങൾ. ഓക്കെ, അങ്ങനത്തെ സൂചനകൾ ആ സപ്പോർട്ടിൽ കണ്ടാൽ അതും ഒരു വാങ്ങാനുള്ള അവസരമായി പരിഗണിക്കാമെന്നാണ് ഈ അനാലിസിസ് പറയുന്നത്. പക്ഷേ സ്റ്റോപ്പ് ലോസ് വളരെ ടൈറ്റായിരിക്കണം, 24,900 താഴെ. മനസ്സിലായി. അപ്പോ മുകളിലേക്ക് 2 സാധ്യതകൾ: 25,100 ബ്രേക്ക് ചെയ്യുക, അല്ലെങ്കിൽ 24,950, 20,000 സോണിൽ സപ്പോർട്ട് എടുത്ത് തിരിയുക. ശരി, ഇനി ബെയറിഷ് സെറ്റപ്പ് നോക്കാം. താഴേക്ക് പോകാനുള്ള സാധ്യതകൾ. ശരി, ബെയറിഷ് സൈഡിലും 2 പ്രധാന സാഹചര്യങ്ങളാണ് ഈ അനാലിസിസ് കാണുന്നത്. ഓക്കെ, എന്തൊക്കെയാണവ? ഒന്നാമത്തേത്, വില മുകളിലേക്ക് പോകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ 25,120, 25,150 എന്ന സപ്ലൈ സോണിലെത്തുന്നു. ആ റെസിസ്റ്റൻസ് സോൺ. അതെ, പക്ഷേ അവിടെ തട്ടി മുന്നോട്ട് പോകാൻ പറ്റാതെ താഴേക്ക് തിരിയുന്നു. അതായത് അവിടെ സെല്ലിംഗ് പ്രഷർ കൂടുകയാണെങ്കിൽ. ഓക്കെ, ഫെയിലിയർ അറ്റ് റെസിസ്റ്റൻസ്. അതെ. രണ്ടാമത്തെ സാഹചര്യം, വില താഴേക്ക് വരുന്നു. ആ പ്രധാനപ്പെട്ട 24,950 സപ്പോർട്ടില്ലേ, അത് ബ്രേക്ക് ചെയ്ത് താഴോട്ട് പോകുന്നു. 24,950 ബ്രേക്ക് ചെയ്യുന്നു. ഈ 2 സാഹചര്യങ്ങളിലും താഴോട്ടുള്ള ടാർഗറ്റുകൾ ഒന്നാണ് പറയുന്നത്. ടാർഗറ്റ് 1.24,880. 24,880. അത് ബ്രേക്ക് ചെയ്താൽ ടാർഗറ്റ് 2 24,800 മുതൽ 24,750 സോൺ. ഓക്കെ, പക്ഷേ സ്റ്റോപ്പ് ലോസ് രണ്ടിലും ഒന്നാണോ? അല്ല, സ്റ്റോപ്പ് ലോസ് വ്യത്യസ്തമാണ്. ആദ്യത്തെ കേസിൽ, അതായത് 27,150 സോണിൽ നിന്ന് താഴേക്ക് തിരിയുകയാണെങ്കിൽ
സ്റ്റോപ്പ് ലോസ് 25,180 മുകളിൽ വെക്കണം. ശരി. രണ്ടാമത്തെ കേസിൽ, അതായത് 24,950 ബ്രേക്ക് ചെയ്ത് താഴേക്ക് പോവുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് 25,020 മുകളിലാണ് വെക്കേണ്ടത്. ഓക്കെ. അത് ശ്രദ്ധിക്കണം. സ്റ്റോപ്പ് ലോസ് ലെവലുകൾ വ്യത്യാസമുണ്ട്. ഇതിന്റെയൊക്കെ പിന്നിലുള്ള യുക്തി എന്തായിരിക്കും? എന്തുകൊണ്ടാണ് ഈ ബെയറിഷ് സാധ്യതകൾ കാണുന്നത്? ഇതിനും കാരണങ്ങളുണ്ട്. ഈ വിശകലനം ചൂണ്ടിക്കാട്ടുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിഫ്റ്റി പുതിയ ഹൈകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആ ഹൈകൾ മുൻപത്തെ ഹൈകളെക്കാൾ താഴെയാണ് വരുന്നത്. ഒരു ലോവർ ഹൈസ് പാറ്റേൺ. ലോവർ ഹൈസ്. അത് ബലഹീനതയുടെ ലക്ഷണമാണല്ലോ. അതെ, അതൊരു വീക്ക്നെസ് സിഗ്നലാണ്. അതുകൊണ്ട് തന്നെ മുകളിലെ ആ 25,150 അടുത്തുള്ള സപ്ലൈ സോണിലെത്തുമ്പോൾ വീണ്ടും സെല്ലിംഗ് വരാൻ സാധ്യതയുണ്ട്. ശരി. ഇനി 24,950 ബ്രേക്ക് ചെയ്യുന്ന കാര്യം, അതൊരു നിർണായക സപ്പോർട്ടാണ്. അത് പോയാൽ പിന്നെ താഴോട്ട് കുറച്ചുകൂടി വീഴാൻ എളുപ്പമാണ്. കാരണം അടുത്ത സപ്പോർട്ട് കുറച്ചുകൂടി താഴെയാണ്. ഓക്കെ. അപ്പോൾ ആ 24,950 ബ്രേക്ക് ചെയ്യുന്നത് ഒരു പക്ഷേ ഒരു ഡൗൺ ട്രെൻഡ് തുടരുന്നതിന്റെ സൂചനയായിരിക്കാം എന്നും ഈ വിശകലനം പറയുന്നു. മനസ്സിലായി. അപ്പോൾ നമ്മൾ 24-ലെ അവസ്ഥ നോക്കി 25-ലേക്കുള്ള ബുള്ളിഷ് ബെയറിഷ് പ്ലാനുകൾ കണ്ടു. അവയുടെ കാരണങ്ങളും ലെവലുകളും ചർച്ച ചെയ്തു. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ സ്രോതസ് നൽകുന്ന ഒരു ഓവറോൾ ഔട്ട്ലുക്ക് എന്താണ്? കൂടുതൽ സാധ്യത എങ്ങോട്ടാണ്? മൊത്തത്തിലുള്ള ഒരു ചായ്വ് അഥവാ ബയസ്. ഈ വിശകലനം പറയുന്നത് ന്യൂട്രൽ ടു ബെയറിഷ് എന്നാണ്. ന്യൂട്രൽ ടു ബെയറിഷ്. അതെ. ഒന്നുകിൽ മാർക്കറ്റ് ഈ റേഞ്ചിൽ തന്നെ തുടരാം, അല്ലെങ്കിൽ താഴോട്ട് പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്. ഈ ഒരു കാഴ്ചപ്പാട് മാറണമെങ്കിൽ എന്തു വേണം? നിഫ്റ്റി 25,150 എന്ന ആ പ്രധാന റെസിസ്റ്റൻസ് ലെവലില്ലേ, അത് നല്ല ശക്തമായി ബ്രേക്ക് ചെയ്ത് അതിനു മുകളിൽ ക്ലോസ് ചെയ്യണം. 25,150 കടക്കണം. അതെ. അത് സംഭവിക്കുന്നത് വരെ ഒരു കരുതൽ നല്ലതാണ്. ഒരു ബെയറിഷ് അല്ലെങ്കിൽ ന്യൂട്രൽ സമീപനമാണ് ഈ അനാലിസിസ് മുന്നോട്ട് വയ്ക്കുന്നത്. ഓക്കെ. അപ്പോൾ 25,150 ക്ലിയർ ചെയ്യാതെ വലിയ ബുള്ളിഷ് ആകണ്ട എന്നൊരു സൂചന. ശരി. അപ്പോൾ നാളത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കീ ലെവലുകൾ ഒന്നുകൂടി ഒന്ന് പറയാമോ? എവിടെ വാങ്ങാം, എവിടെ വിൽക്കാം എന്നതിനെക്കുറിച്ച് ഈ അനാലിസിസ് പറയുന്നത്. തീർച്ചയായും. ചുരുക്കി പറഞ്ഞാൽ ലോങ് പോകാൻ സാധ്യത നോക്കുന്നത് ഒന്നുകിൽ 25,100 മുകളിൽ നല്ല വോളിയത്തോടെ ബ്രേക്ക് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ 24,950 25,000 സോണിൽ വന്ന് വ്യക്തമായ റിവേഴ്സൽ സിഗ്നൽ കിട്ടുമ്പോൾ ചെറിയ സ്റ്റോപ്പ് ലോസോടെ. ഓക്കെ. ലോങ്. ഇനി ഷോർട്ട് പോകാൻ സാധ്യത നോക്കുന്നത് ഒന്നുകിൽ 25,150 അടുത്തുള്ള റെസിസ്റ്റൻസിൽ നിന്ന് താഴേക്ക് തിരിയുന്ന ലക്ഷണം കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ താഴെ 24,950 എന്ന സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് അതിന് താഴെ ട്രേഡ് ചെയ്യുമ്പോൾ. ശരി. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇതെല്ലാം ഈ ഒരു പ്രൈസ് ആക്ഷൻ അനാലിസിസിനെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള സാധ്യതകളാണ്. യഥാർത്ഥ മാർക്കറ്റ് ഇതിൽ നിന്ന് വ്യത്യസ്തമാകാം. വളരെ കറക്റ്റ്. അപ്പോൾ ഇന്നത്തെ ഈ സംഭാഷണത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്തത് സെപ്റ്റംബർ 25-ലെ നിഫ്റ്റിയുടെ സാധ്യതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന ലെവലുകൾ, പിന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില സാഹചര്യങ്ങൾ എന്നിവ ഈ സ്രോതസ്സിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുക എന്നതായിരുന്നു. അതെ. ഇത് നിങ്ങളെ നേരിട്ട് ട്രേഡ് ചെയ്യാനോ മറ്റോ പ്രേരിപ്പിക്കാനല്ല, മറിച്ച് ഈ വിവരങ്ങളെ എങ്ങനെ സമീപിക്കാം, എങ്ങനെ വ്യാഖ്യാനിക്കാം എന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ തരാൻ വേണ്ടിയാണ്. ശരിയാണ്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ സംസാരിച്ചത് മുഴുവൻ ഈ പ്രൈസ് ആക്ഷൻ ടെക്നിക്കൽ ലെവൽസ് ഒക്കെ വെച്ചാണ്. അതെ. പക്ഷെ ഇവിടെ ഒരു ചോദ്യം വരും, അല്ലേ? നമ്മളിങ്ങനെ ചാർട്ടും ലെവലും മാത്രം നോക്കിയിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അപ്രതീക്ഷിത വാർത്ത വന്നു, അല്ലെങ്കിൽ ഗ്ലോബലായിട്ട് എന്തെങ്കിലും സംഭവിച്ചു. അത് സംഭവിക്കാമല്ലോ. തീർച്ചയായും. അപ്പോൾ ഈ ടെക്നിക്കൽ ലെവലുകളൊക്കെ കാട്ടിൽ പറക്കില്ലേ? അങ്ങനെ വന്നാൽ ഈ പ്രൈസ് ആക്ഷൻ പ്ലാൻ വെച്ചിരിക്കുന്ന ഒരാൾ എന്ത് ചെയ്യും? ശരിയാണ്. ആ പ്ലാൻ മാറ്റേണ്ടി വരുമോ? വരും. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ ടെക്നിക്കൽ അനാലിസിസ് പ്രധാനമാണെങ്കിലും മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന വേറെയും ഒരുപാട് ഘടകങ്ങളുണ്ട്. ഫണ്ടമെന്റൽസ്, വാർത്തകൾ, ഗ്ലോബൽ ഇവന്റ്സ്, അതും കൂടി നമ്മുടെ മനസ്സിലെപ്പോഴും വേണം. ഈ വിശകലനങ്ങളെ സമീപിക്കുമ്പോൾ അതും കൂടി പരിഗണിക്കുന്നത് നല്ലതാണ്. വളരെ ശരിയാണ്. ടെക്നിക്കൽസ് ഒരു ഭാഗം മാത്രം, മറ്റു കാര്യങ്ങളും പ്രധാനമാണ്. ഇതൊരു നല്ല ചിന്തയാണ്.